Good morning, students. നമ്മളിന്ന് ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് ഡിസ്പെർഷൻ എന്ന ടോപ്പിക്ക് ഇവിടെ ഹാൻഡിൽ ചെയ്യും. ഇതുവരെ നമ്മൾ സംസാരിച്ചിരുന്നത് ട്രാവലിംഗ് വേവ്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. Just imagine the same situation. That is, you have a parallel plate transmission line, and if that is filled with a dielectric material having dielectric constant epsilon, then the capacitance increases by a factor of epsilon. Okay, now if the material is inserted has a magnetic permeability mu, then the self-inductance will be increased by a factor mu. Okay, so നമുക്ക് അതിൻ്റെ കേസ് വെച്ചിട്ട് എത്രയാണ് അതിൻ്റെ ഫേസ് വെലോസിറ്റി എന്ന് നോക്കാം. ദാറ്റ് മീൻസ് the phase velocity v5 is equal to root of a by L into a by c. The capacitance increases by a factor epsilon. The inductance, self-inductance also increases by a factor mu. That means this is equal to v5 by root mu epsilon. This v5 എന്നുള്ളത് v5 at vacuum ആണ് ഉദ്ദേശിക്കുന്നത്. So we know the v5 at vacuum. v5 at vacuum എന്ന് പറഞ്ഞാൽ it is c. That means the phase velocity v5 is equal to c by root mu epsilon. So this is the ഈ കാണുന്ന ഒരു ഇക്വേഷൻ. That means ഇത് കിട്ടിയതൊരു സ്പെഷ്യൽ കേസ് ഓഫ് ട്രാവലിംഗ് വേവ്സ് ആണ് കിട്ടുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് സ്പെഷ്യൽ കേസ് ആയിട്ടാണ് കണ്ടത്. ബട്ട് ഇറ്റ് ഹോൾഡ്സ് ഫോർ എനി കൈൻഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ മാറ്റർ. നമുക്കിവിടെ ഇതിനകത്തുള്ള ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ തിയറി നമ്മളിവിടെ പഠിക്കുന്നില്ല. അത് നമ്മൾ അടുത്ത സെമിസ്റ്ററിലോ അല്ലെങ്കിൽ നമ്മൾ ഫോർത്ത് സെമിസ്റ്ററിൽ മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ജസ്റ്റ് അതിൻ്റെ റിസൾട്ട് എടുക്കാൻ മാത്രമാണ് ഇപ്പോൾ ഇവിടെ പ്രായോഗികമായിട്ടുള്ളൂ. കാരണം അതിൻ്റെ തിയറി ഒന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ സിലബസിൻ്റെ സ്കോപ്പിൻ്റെ പുറത്താണ്. ഓക്കെ, സോ ഞാൻ അവിടെ അതിൻ്റെ റിസൾട്ട് മാത്രം അവിടേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ബോറോ ചെയ്തിട്ട് ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നതാണ്. അതിന് മീനിങ് ഇത്രയേ ഉള്ളൂ. ദ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പാറ്റേൺ മസ്റ്റ് പ്രൊപ്പഗേറ്റ് വിത്ത് ദ സെയിം വെലോസിറ്റി ആസ് ദ കറൻറ്റ് ആൻഡ് വോൾട്ടേജ് വേവ്സ്. ഓക്കെ, അപ്പോൾ സ്പേസ് വാക്യൂം ആണെങ്കിൽ വെലോസിറ്റി ഈസ് സി. അപ്പോൾ സി എന്നുള്ളത് നമുക്കറിയാം വെലോസിറ്റി ഓഫ് ഓൾ ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ വാക്യൂം ആണ്. ഓക്കെ, അപ്പോൾ മെറ്റീരിയലിൽ, അതായത് ഇത് ഇത്രയും മീൻ ചെയ്യുന്നുള്ളൂ. വെൻ ദ സ്പേസ് ഈസ് ഫിൽഡ് വിത്ത് എ മെറ്റീരിയൽ ഓഫ് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ ആൻഡ് മ്യൂ, അതായത് അപ്പോൾ ഇവിടെയുള്ള വെലോസിറ്റി ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് വേവ്സ് ഈസ് സി ബൈ റൂട്ട് ഓഫ് എപ്സിലോൺ മ്യൂ. അപ്പോൾ ഏത് മെറ്റീരിയൽ ഇപ്പോൾ എന്താ ഈ വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് മെറ്റീരിയൽ ഇതുപോലെയാണ് വരിക എന്നുള്ളതാണ് മീനിങ് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഒന്നും കൂടി ഒരു ജനറൽ കേസിൽ ഒന്ന് നോക്കി നോക്കാം. അതിങ്ങനെ ഇവിടെ ഇപ്പോൾ പറഞ്ഞത് ആ മെറ്റീരിയലിനകത്ത് കൂടെ കടന്നു പോകുന്നതാണ്. മെറ്റീരിയലിന് പുറത്ത്, അതായത് പാരലൽ പ്ലേറ്റിൻ്റെ പുറത്ത് ഏതെങ്കിലും മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എഫക്റ്റ് ഇല്ല. കാരണം ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്ക് മാത്രമാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് 0. അതുകൊണ്ട് തന്നെ ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രം നമുക്കിവിടെ തൽക്കാലം നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഫാക്ടർ, സോ അത് കാണുന്ന ദിസ് ഇക്വേഷൻ ഹോൾഡ്സ് ഫോർ ഓൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് മെയിൻലി പർട്ടിക്കുലർ ഫോർ ലൈറ്റ് ആണ് വരുന്നത്. സോ ദിസ് കോൺസ്റ്റൻറ്റ് റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ, this is called index of refraction. And it is designated by n. Okay, ഇങ്ങനെയാണ് അത് വെച്ചിട്ട് വന്നത്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി ഒന്ന് ഈസിയർ വേയിലൊന്ന് നോക്കി നോക്കാം. സോ ലെറ്റ്
n is equal to c by v5 അല്ലേ? v5 equal to c by n. This is equal to root of mu epsilon. Okay, and lambda is equal to 1 by n into c by v, equal to 1 by n lambda at vacuum. അതേപോലെ k is equal to n into omega by c equal to n into k at vacuum. സോ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് പ്രധാനപ്പെട്ട ഒരുപാട് റിലേഷൻസ് കിട്ടി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ലാംഡ അറ്റ് വാക്യൂത്തിൻ്റെയും ഒക്കെ റിലേഷൻ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും അല്ലേ? സോ ദാറ്റ് മീൻസ് ലാംഡ അറ്റ് വാക്യൂം ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം. അതുപോലെ കെ അറ്റ് വാക്യൂം നമുക്ക് അതിൻ്റെയൊക്കെ അറിയാം. സോ ഇതിൽ ഈ ഒമേഗ ബൈ സി ആണ് കെ അറ്റ് വാക്യൂം. അപ്പോൾ ഇത് ഈ സി ബൈ ന്യൂ. അപ്പോൾ സോറി ഞാനത് പറയാൻ മറന്നുപോയി. ഹിയർ ന്യൂ ഇസ് ദ ഫ്രീക്വൻസി. ഇവിടെ ന്യൂ എന്നുള്ളത് ഫ്രീക്വൻസിയാണ്. സോ ന്യൂ ഇസ് ദ ഫ്രീക്വൻസി. സോ സി ബൈ ന്യൂ ഇസ് ദ ഫ്രീക്വൻസി. ഓക്കെ, സോ നമുക്കിവിടെ ഈ സി ബൈ ന്യൂ ലാംഡ ആക്കി എഴുതി. സോ നമുക്ക് ഞാൻ ഇവിടെ ഒന്ന് എടുത്ത് എഴുതിക്കാം. ലാംഡ വാക്യൂം ഇസ് ഈക്വൽ ടു സി ബൈ ന്യൂ. അതുപോലെ കെ വാക്യൂം ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ സി. ഓക്കെ, നൗ നമുക്ക് ഇതിൻ്റെ ഒരു ഏകദേശം വാല്യൂസൊക്കെ വെച്ചിട്ട് നോക്കി നോക്കാം. സോ നമ്മുടെ വാല്യൂസ് പലതും ഉണ്ട്. കൺസിഡർ സംതിങ് ലൈക്ക് ഫോർ എ സോഡിയം ലൈറ്റ് ലാംഡ ഇസ് ഈക്വൽ ടു 5893 ആങ്സ്ട്രോം. സോ n equal to 3/2 for glass approximately. ചെറിയ വ്യത്യാസമുണ്ട്. n is equal to 4/3 for water. ഓക്കെ, കുറേ വാല്യൂസ് ഉണ്ട്. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഒരുപാട് വാല്യൂസ് ഉണ്ട്. എയറിൻ്റെ എക്സാക്റ്റ് വാല്യൂ പറയുന്നത് ഇങ്ങനെയാണ്. സോ ഫോർ എയർ n is equal to 1 plus 0.3 into 10⁻³ എന്നാണ് പറയുന്നത് ഫോർ എയർ. ഓക്കെ, പല മെറ്റീരിയൽസിൻ്റെ ഒക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ നമുക്ക് നോക്കാം. എയറിൻ്റെതാണ്. അപ്പോൾ പിന്നെ സിങ്ക് ക്രൗൺ ഗ്ലാസ്സിന് 1.52, ഹെവി ലെഡ് ഗ്ലാസ് അത് 1.90. അതുപോലെ സാധാരണ സ്കോച്ച് ടേപ്പ്, നമ്മുടെ സെലോ ടേപ്പ് ഉണ്ടല്ലോ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളത്, അത് തന്നെ, അതിന് അപ്രോക്സിമേറ്റ്ലി 1.50. അതായത് ഇപ്പോൾ ഫോർ എൻ സോഡിയം ലൈറ്റിൻ്റെ n ഈക്വൽ ടു എന്താണ് 5893 ആങ്സ്ട്രോം. ഇത് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ആവറേജ് വാല്യൂസാണ് ഇത്. സോ റിഫ്രാക്ഷൻ, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ പറ്റി നമുക്ക് പല അറിയാമെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു അപ്രോച്ച് എല്ലാവരും മുമ്പ് പഠിച്ചിട്ടുള്ളത് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പറയുന്നത് n1 sin θ ആയിക്കോളും, അല്ലെങ്കിൽ മ്യൂ ഈക്വൽ ടു sin A+D/, അതെല്ലാം അങ്ങനത്തെ റിലേഷനാണ് പറയാറ്. പക്ഷേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ തിയറി ബേസ് ചെയ്തിട്ടാണ് പറയേണ്ടത്. എപ്പോഴും പ്രാക്ടിക്കൽ എക്സാമിന് വൈവ ചോദിക്കുന്ന ഒരു കാര്യമാണിത്, എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അവിടെയുള്ള സ്നെൽസ് ലോ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേ പ്രിസത്തിൻ്റെ ഫോർമുല വെച്ചിട്ടുള്ള ഇക്വേഷനോ നമ്മൾ പറയാൻ പാടില്ല. കൃത്യമായിട്ട് ഈ ഒരു എന്താണെന്നുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ ഡെഫിനിഷൻ വെച്ചിട്ട് തന്നെ പറയണം. ഓക്കെ, നൗ അടുത്ത ടോപ്പിക് നോക്കാം. ദാറ്റ് ഈസ് വേരിയേഷൻ ഓഫ് ഇൻഡെക്സ് വിത്ത് കളർ, അഥവാ
dispersion. ഇവിടെ നമുക്ക് ജസ്റ്റ് പ്രിസത്തിൻ്റെ കേസെല്ലാം ഒന്ന് നോക്കി നോക്കാം. സോ ഒരു പ്രിസം ഉണ്ടെങ്കിൽ ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് പല കളേഴ്സായിട്ടത് സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഓക്കെ, സോ അങ്ങനെ പല പല കളേഴ്സായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതിനകത്ത് ഇവിടെ ആയിരിക്കും കൂടുതൽ, ഇവിടെ ബ്ലൂ ആയിരിക്കും, ഈ സൈഡ് റെഡ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പല കേസുകളെല്ലാം നോക്കി നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ സ്നെൽസ് ലോ നമുക്കിവിടെ കാണാം. സോ എന്താണ് സ്നെൽസ് ലോ എന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു മീഡിയം വരയ്ക്കുകയാണ്. സോ കൺസിഡർ എ ബൗണ്ടറി. അപ്പോൾ ഈ സൈഡിൽ N1, ഈ സൈഡിൽ N2. സോ ഇവിടെ കുറച്ച് നീട്ടി വരയ്ക്കാം. ഇവിടെ ഒരു ലൈറ്റ് വന്നു. Maybe I should use a different color. ഒരു ലൈറ്റ് വന്നു, ഇവിടെ വെച്ച് ഇതൊന്ന് ബെൻഡ് ചെയ്ത് പോയി. ഓക്കെ, സോ ഇവിടെ ഒരു നോർമൽ ഉണ്ട്. Here there is a normal. This angle is theta 1, this is theta 2. Okay, and ഇപ്പുറത്ത് ഒന്നും കൂടി വരയ്ക്കാം. Maybe should have a normal. ഇവിടെ ലൈറ്റ് റേസ്, തൽക്കാലം ഒരു ലൈറ്റ് റേ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് റേ വന്നു, അത് വന്നിട്ട് ഇങ്ങനെ പോയി. അത് പോകുമ്പോൾ പാരലായിട്ടാണ് പോകുന്നത്. ഞാനപ്പോൾ ഇതിനേക്കുള്ള നോർമൽസ് വരയ്ക്കുകയാണ്. സോ ലെറ്റ് മീ ഡ്രോ ദ നോർമൽസ്. This angle is 90 degree. This is theta 1. ഈ ഡിസ്റ്റൻസിനെ L1 എന്ന് പറഞ്ഞു. ആൻഡ് ഇവിടെ ഞാൻ എനിക്കുള്ള നോർമൽ വരയ്ക്കുകയാണ്. This angle is theta 2. ഈ ലെങ്ത് ആണ് L2. ഈ ഡിസ്റ്റൻസ്, this distance, so this is X. Here refractive index is N1, here refractive index is N2. So നമുക്ക് നോക്കി നോക്കാം. Suppose N2 is greater than N1. ഓക്കെ, സോ എന്താണ്ടാവുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ബീം L1 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ L2 എന്നുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് ഇവിടെ ഉള്ളൊരു ബീം ട്രാവൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ L2 ഈസ് ലെസ് ദാൻ L1. നമുക്കത് വെച്ചിട്ടൊന്ന് നോക്കി നോക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ എഴുതിയെടുക്കാൻ പറ്റും. സോ ഈ ഒരു ഡിസ്റ്റൻസിന് എക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ ലെറ്റ് L1 ഈക്വൽ ടു എക്സ് സൈൻ തീറ്റ 1, L2 ഈക്വൽ ടു എക്സ് സൈൻ തീറ്റ 2. ഇനി ലെറ്റ് ടി ബി ദ ടൈം ടേക്കൺ. അതായത് ഈ ബീം ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് എത്താനെടുത്ത സമയമാണ് ടി. ഇവിടുന്ന് ഈ ബീം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഈ ബീം ഇവിടുന്ന് ഇത്ര ദൂരം മാത്രമേ എത്തില്ല. അതായത് ഇവിടെയുള്ള ബീം L1 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തപ്പോൾ ഇവിടെയുള്ള ബീം L2 ഡിസ്റ്റൻസ് മാത്രമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് L1 ഈക്വൽ ടു CT by N1 and L2 ഈക്വൽ ടു CT by N2. അല്ലെങ്കിൽ CT is equal to
n1 L1 equal to n2 L2. പക്ഷേ നമുക്കറിയാം L1 equal to x sin theta 1 ആണ്. അതുപോലെ L2 equal to x sin theta 2. That means ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. n1 x sin theta 1 equal to n2 x sin theta 2 x രണ്ട് സൈഡും പോയി കിട്ടുന്നത് n1 sin theta 1 equal to n2 sin theta 2. ഇതിനാണ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ സ്നെൽസ് ലോ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ഡിസ്പെർഷൻ ഓഫ് ഗ്ലാസ് എത്രയാണെന്ന് നോക്കി നോക്കാം. സോ ലെറ്റ് us discuss about dispersion of glass. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് എല്ലാം നോക്കിക്കണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടതാണ്. പല പല മെറ്റീരിയൽസിന് ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട് എന്നുള്ളതെല്ലാം കണ്ടു. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് we can say about like what is the value, ഇപ്പം എത്രത്തോളം ഡിസ്പെർഷൻ ഇതുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഒരു സമ്മറി പോലെ എഴുതാം. ഓരോരോ കളേഴ്സ്. സോ ജസ്റ്റ് കുറച്ച് കളേഴ്സ്. നിയർ അൾട്രാ വയലറ്റ് എന്ന് പറയുന്ന കളേഴ്സ് ഉണ്ട്. അതിൻ്റെ വേവ് ലെങ്ത് വരുന്നത് 3610 ആങ്സ്ട്രോം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത് അതിന് ആ വാല്യൂവിൽ വരുന്ന ഇത് വരുന്നത്. അപ്പോൾ അതിൽ ഓക്കെ നമുക്ക് നോക്കി അതിനകത്ത് ഒരു ഫ്രീക്വൻസി വരുന്നുണ്ട്. ഫ്രീക്വൻസി വരുന്നത് ഏകദേശം 8.31 ഇൻറ്റു 10⁻14 ആണ്. സോ ഇൻറ്റു 10⁻14 ഹെർട്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വന്നത് 1.539 ആണ്. ഡാർക്ക് ബ്ലൂ that is 4340. അവിടെ ഫ്രീക്വൻസി 6.92 1.528. ബ്ലൂ ഗ്രീൻ 4860. അവിടെ ഫ്രീക്വൻസി വന്നത് 6.18 1.523. യെല്ലോ 5890. അതിൻ്റെ ഫ്രീക്വൻസി വരുന്നത് 5.10 1.517 ആണ് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റെഡ് 6560 4.57 ആണ് ഫ്രീക്വൻസി വന്നത് 1.514 അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇൻഫ്രാറെഡ് ഏകദേശം 12,000 അടുത്ത് വന്നു. അതിൻ്റെ ഫ്രീക്വൻസി 2.5 ആണ് 1.505 വരും. സോ ഇവിടെ നിന്ന് നമുക്ക് കാണാവുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാരീസ് വിത്ത് ഫ്രീക്വൻസി എന്നുള്ളതാണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് why does the index of refraction vary with frequency? അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് അതിൻ്റെ പറ്റിയിട്ട് സയൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് rewind some of the things. So V phi is equal to 1 by root of C by A into L by A. നമുക്കതിൻ്റെ കേസുകൾ നോക്കി നോക്കാം. So consider
material where the magnetic permeability is mu is 1. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വി ഫൈ ഈസ് ഈക്വൽ ടു സി ബൈ റൂട്ട് എപ്സിലോൺ എന്ന് മാത്രം വരും, വിച്ച് ഈസ് ഈക്വൽ ടു സി ബൈ എൻ. Now consider a case, a capacitor filled with dielectric, and which has an electric field EQ of t. So ഒരു കപ്പാസിറ്ററിൽ അതിനകത്ത് ചാർജ് Q ഉണ്ട് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. സോ ദർസ് എ ചാർജ് Q ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഇൻ എ കപ്പാസിറ്റർ. ഇനി ചാർജ് Q കാരണം there's an electric field EQ of t. ഇനി അതിനകത്ത് കുറച്ച് ഞാൻ പറഞ്ഞു, ഇപ്പോൾ കപ്പാസിറ്റർ ഈസ് ഫിൽഡ് വിത്ത് ഡൈഇലക്ട്രിക് എന്ന്. സോ there's a local self space averaged field E of t. സോ ഈ E of t എന്നുള്ളത് വരാൻ കാരണം, സോ there's a superposition of EQ of t ആൻഡ് പോളറൈസേഷൻ കൊണ്ടും ഒരു ഫീൽഡ് ഉണ്ടാവും. So E of t is equal to EQ of t then minus 4 pi P of t. ഇതിൻ്റെ ഡെറിവേഷനെ പറ്റിയിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട, കാരണം അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഈ സെമിസ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. അതുകാലം എനിക്ക് അവിടെ തൽക്കാലം റിസൾട്ട് എടുക്കാനേ പറ്റും, അല്ലെങ്കിൽ ഇത് മുഴുവൻ ഡ്രൈവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് കാര്യങ്ങളിൽ ഇത് നിൽക്കില്ല. സോ ഹിയർ P of t is the induced dipole moment per unit volume. So P of t is equal to N Q x of t into x cap. Here N is the number density of polarizable charges. Okay. Q is the charge on each polarized charge. X of t is the displacement. അപ്പോൾ ജസ്റ്റ് ഒരു ക്രൂഡ് വേയിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസ് ഉണ്ടാവും, ഇവിടെ ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ അവിടെ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. മറിച്ച് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ന്യൂക്ലിയസ് ഈ സൈഡിലേക്കും ഇലക്ട്രോൺ ക്ലൗഡ് മറ്റൊരു സൈഡിലേക്കും മൂവ് ചെയ്യും. അപ്പോൾ അതായത് നെഗറ്റീവ് ചാർജ് സെൻറ്ററും പോസിറ്റീവ് ചാർജ് സെൻറ്ററും തമ്മിൽ ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. സോ ആ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ഇവിടെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ എക്സ് ഓഫ് ടി ഈസ് എ displacement of the charge from its equilibrium position and x is the unit vector. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. Now let capacitance C is equal to Q by V, where V is the potential difference between the plates. Now അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് വരുന്നതോട് കൂടിയിട്ട് ദർസ് എൻ ഇലക്ട്രിക് ഫീൽഡ് റിഡക്ഷൻ. അപ്പോൾ അത് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ അവിടെ ഇറ്റ് ഈസ് വിൽ ഇൻക്രീസ് ദ കപ്പാസിറ്റൻസ് സി. സോ എത്ര കപ്പാസിറ്റൻസ് ഇൻക്രീസസ് ബൈ എ ഫാക്ടർ എപ്സിലോൺ. സോ എപ്സിലോൺ ഈസ് ഈക്വൽ ടു ഇ ക്യൂ ബൈ ഇ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 4 pi P of t by E of t. P of t യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 4 pi എൻ ക്യു എക്സ് ഓഫ് ടി ബൈ ഇ ഓഫ് ടി. ഓക്കെ. ഇതെല്ലാം കിട്ടി. നമുക്കിതൊരു സിമ്പിൾ മോഡൽ ഗ്ലാസ് മോളിക്യൂളിൻ്റെ കേസ് വെച്ചിട്ട് നമുക്കിതൊന്ന് നോക്കി നോക്കാം. ഓക്കെ.
അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഗ്ലാസ് മോളിക്യൂളിൻ്റെ കേസ് ഒന്ന് നോക്കി നോക്കാം. സോ ഒരു ഗ്ലാസ് മോളിക്യൂൾ, സോ വി ആർ കൺസിഡറിങ്, സോ ജസ്റ്റ് ലൈക്ക് കൺസിഡർ എ, സോ ഗ്ലാസ് മോളിക്യൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എ മാസീവ് മോഷൻലെസ് ന്യൂക്ലിയസ് ആൻഡ് there's a charge q attached to it. So let m be the mass of the charge and q be the charge. The charge is attached by means of a spring whose spring constant is m omega 0 square. ഇനി ആ ചാർജിൻ്റെ മോഷൻ ഒരു ഗാമ എന്നുള്ള ഒരു ഡാമ്പിങ് കോൺസ്റ്റൻറ്റ് കൊണ്ട് ഡാമ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ഒന്ന് എഴുതി നോക്കാം. സോ ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഈസ് എം എക്സ് ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് എം ഒമേഗ 0 സ്ക്വയർ എക്സ് മൈനസ് എം ഗാമ എക്സ് ഡോട്ട് പ്ലസ് ക്യൂ ഇൻറ്റു ഇ ഓഫ് ടി. Now if suppose that like the electric field external that field EQ of t is harmonically varying with an angular frequency omega, that means P of t and E of t will also vary with the frequency omega. So we take an average molecule to be E of t equal to E0 cos omega t. കാരണം അതൊരു ഹാർമോണിക്കലി വാരിയിങ് ആണെന്നുള്ളത് വെച്ചെടുക്കുക. അപ്പോൾ ഇതെന്ത് കിട്ടിയെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഹാർമോണിക്കലി ഡ്രിവൻ ഓസിലേറ്ററായി മാറി വിത്ത് F0 equal to Q into E0, and its solution is given by x of t is equal to AEL cos omega t plus AAB sin omega t. AEL is the elastic part, AB is the absorptive part. ഇനി നമുക്കൊരു കളർലെസ് അല്ലെങ്കിൽ ട്രാൻസ്പാരൻറ്റ് സബ്സ്റ്റൻസ് ഗ്ലാസ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ കേസ് നമുക്ക് നോക്കി നോക്കാം. സോ അതിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഓക്കെ നമുക്ക് maybe let's discuss about n square, which is the refraction. N square is equal to epsilon equal to 1 plus 4 pi n cube x of t by E of t. This is equal to E of t is equal to E0 cos omega t. x of t നമുക്കതുപോലെ ഇത് കിട്ടി, AEL cos omega t എന്നുള്ളത് കിട്ടി. സോ നമുക്കതിനകത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ട്രാൻസ്പാരൻറ്റ് കേസിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെറ്റീരിയൽസിൻ്റെ കേസിൽ അബ്സോർപ്ഷൻ വളരെ കുറവാണ് എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇതിനകത്തുള്ള ഈ അബ്സോർപ്റ്റീവ് പാർട്ട് ഇത് ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽസിൻ്റെ കേസിൽ കുറവാണ്. അപ്പോൾ നമുക്ക് EL പാർട്ട് മാത്രമേ എടുക്കണ്ടൂ. അപ്പോൾ ഇവിടെ ഈ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ അവിടെ AEL കോസ് ഒമേഗ ടി എന്ന് വരും. അതായത് ഈ പാർട്ടിനെ AEL കോസ് ഒമേഗ ടി ബൈ E0 കോസ് ഒമേഗ ടി വരും, അങ്ങനെ വരും. ദാറ്റ് മീൻസ് 1 പ്ലസ് 4 പൈ എൻ ക്യൂ AEL ബൈ E0. Now അതിൻ്റെ സൊല്യൂഷനിൽ ടേക്കിംഗ് ഗാമ ഈക്വൽ ടു 0, AEL ഈസ് ഈക്വൽ ടു F0 ബൈ M. ഇതെല്ലാം ഞാൻ മറ്റേ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്നുള്ള റിസൾട്ട്സ് അതുപോലെ എടുക്കുകയാണ്. ബൈ ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു QE0 ബൈ M 1 ബൈ ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒമേഗ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ C സ്ക്വയർ K സ്ക്വയർ ബൈ
omega square is equal to n square equal to epsilon equal to 1 plus 4 pi n q square by m 1 by omega 0 square minus omega square. എന്താണ് ഇതിൻ്റെ മീനിങ്? ഒമേഗ അല്ലേ, ദിസ് അതായത് ഒരു ഗ്ലാസിൻ്റെ കേസിൽ, ഈ ഗ്ലാസിൻ്റെ കേസിൽ ഇവിടെയുള്ള കോൺട്രിബ്യൂഷൻ, സോ നമുക്ക് വേണമെന്നൊരു എൻ സ്ക്വയർ മൈനസ് 1 എന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് എ ബേസ് സിമ്പിൾ മോഡൽ വിത്ത് സിംഗിൾ റെസൊണൻസ്. അപ്പോൾ നമുക്കതിനകത്ത് ഒരുപാട് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. അതെല്ലാം കൂടി റെസൊണൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കി നോക്കാം. സോ ആദ്യമായിട്ട് നമുക്ക് വിസിബിൾ ലൈറ്റിൻ്റെ കേസ് നോക്കാം. സോ ഈ ഒമേഗ എന്നുള്ള റേഞ്ച് വിസിബിൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെസൊണൻസസ് വരുന്നത് അൾട്രാ വയലറ്റ് ഫ്രീക്വൻസി എന്നാണ്. ഓക്കെ, സോ ലാംഡ ഈക്വൽ ടു സി ബൈ ന്യൂ. അപ്പോൾ അത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 1000 ആങ്സ്ട്രോം വരും. അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസീസ്, അപ്പോൾ ഈ എൻ സ്ക്വയർ -1 പോസിറ്റീവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വിസിബിൾ ലൈറ്റിൽ, അതായത് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് വളരെ കൂടുതൽ 5 ടൈംസ് അത് മാറുമ്പോൾ അതിൽ നമുക്ക് ഇവിടെ ഈ എൻ സ്ക്വയർ, ഇവിടെ ഈ ടേം വളരെ കൂടുതലാവും ഒമേഗ അല്ലേ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇതിനകത്ത് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അനുസരിച്ച് മാറും. ഓക്കെ, സോ വെൻ ഒമേഗ ഇൻക്രീസസ് ദ ഡിനോമിനേറ്റർ ബിക്കം സ്മോളർ അല്ലേ. ഒമേഗ കൂടുന്തോറും ഡിനോമിനേറ്ററിലുള്ള ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ചെറുതായിട്ട് വരും. അപ്പോൾ എന്ത് വരും? എൻ സ്ക്വയർ -1 ബിക്കംസ് ലാർജർ. ഓക്കെ, അതുകൊണ്ടാണ് ബ്ലൂ ലൈറ്റിന്, സോ ദാറ്റ്സ് വൈ ബ്ലൂ ലൈറ്റ് ഹാസ് ഹയർ ഫ്രീക്വൻസി, ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കാരണം എൻ സ്ക്വയർ -1 കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എൻ സ്ക്വയർ -1 അല്ലേ. സോ ബ്ലൂ ലൈറ്റിൻ്റെ കേസിൽ ഇത് വരും. ഓക്കെ.